Okay. Good morning to all. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ എടുത്ത് കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്? Good morning, ma'am. Okay, അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നോ? Yes, ma'am. Yes, ma'am. Yes, ma'am. Yes, ma'am. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരുന്നേ? Dialysis service. Dialysis service. ഫസ്റ്റ് ക്ലാസ് അല്ലേ എടുത്തോണ്ടിരുന്നേ അല്ലേ? ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എന്താണ് ഡയാലിസിസ് എന്നുള്ളതൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ എന്തായിരുന്നു ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് എന്താണ്? എന്താണ് ഡയാലിസിസ്? Is a treatment that filter and purify the blood using a machine. Okay. ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോസസ് ചെയ്യുന്നത് അല്ലെ? കിഡ്നി പ്രവർത്തനം നടക്കാതെ വരുമ്പോൾ അല്ലെ, ഒരു പേഷ്യന്റിന്റെ കിഡ്നിയുടെ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷനിങ് ചെയ്യാതെ വരുമ്പോൾ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി അവിടെ എന്ത് ചെയ്യുന്നു? കിഡ്നി ചെയ്യുന്ന അതേ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അല്ലെ? ഇനി എന്താണ് രണ്ട് ടൈപ്പ് നമ്മൾ പഠിച്ചില്ലേ? ഏതൊക്കെ ടൈപ്പാണ് നമ്മൾ പഠിച്ചത്? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയും പഠിച്ചു, കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയറും പഠിച്ചു അല്ലെ? അതിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരുന്നു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി? പെട്ടെന്നുണ്ടാവുന്ന കിഡ്നി ഡാമേജ് ഉണ്ടാവുന്ന ഒരവസ്ഥയാണത്. ഓക്കെ. ഇനി അതിൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത്? രണ്ടു തരം പഠിച്ചില്ലേ? നോർമലി എങ്ങനെയാ അത് ട്രീറ്റ് ചെയ്യുന്നത്? അറിയില്ല. Intravenous fluids. ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്തിട്ട്. ഇനി ആ ഒരു ക്രിട്ടിക്കൽ കേസ് ആവുകയാണെങ്കിലോ അവിടെ ആ പേഷ്യൻസിന് എന്ത് കൊടുക്കണം? എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്? Short term dialysis. ഓക്കെ, ഷോർട്ട് ടേം ഡയാലിസിസ് കൊടുക്കുന്നു. വെരി ഗുഡ്. നെക്സ്റ്റ്, കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഫെയിലിയർ വരുന്ന പേഷ്യൻസ് അതെങ്ങനെയാണ്? അവരുടെ ആ ഒരു ഫംഗ്ഷനിങ് എങ്ങനെയായിരിക്കും കിഡ്നിയുടെ? 10-15% മാത്രമേ അതിന്റെ ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി അവിടെ മറ്റെന്തൊക്കെയാണ് വേണ്ടത്? അതിനൊരു ഹെൽപ്പ് വേണം അല്ലെ? അവിടെ കിഡ്നിക്ക് ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ അവിടെ നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് നൽകുന്നു അല്ലെ? അപ്പൊ ഈ ഒരു ഡയാലിസിസ് ഈ ക്രോണിക് ആയിട്ടുള്ള പേഷ്യൻസ് എത്ര കാലം അവര് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും? എങ്ങനെയാണ് അതിൽ നിന്നൊന്ന് റിക്കവർ ചെയ്യാൻ പറ്റുക? ഡയാലിസിസ് ഒന്നേ കണ്ടിന്യൂ കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എന്താ അതിന്റെ കുറച്ച് കിഡ്നി ചെയ്യുന്ന പ്രധാന ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു അല്ലെ? ഇനി അതെങ്ങനെയാണ് ഡയാലിസിസ് ചെയ്യുമ്പോൾ ആ ഒരു മെഷീൻ ആ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്? ഏതൊക്കെയായിരുന്നു? നസീറ ഒന്ന് പറഞ്ഞേ. നസീറ. അതായത് ശരീരത്തിൽ അടഞ്ഞുകൂടുന്ന വേസ്റ്റ് പ്രോഡക്റ്റ്, വാട്ടർ, എക്സ്ട്രാ വാട്ടേഴ്സ് ഇതിനെ പ്യൂരിഫൈ ചെയ്യുന്നത് കിഡ്നിയാണ്. ഓക്കെ. സെക്കൻഡ്, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നു. കെമിക്കൽ എലമെന്റ്സ് ബ്ലഡിൽ കൺട്രോൾ ചെയ്യുന്നു. ഏതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള കെമിക്കൽ എലമെന്റ്സ്? സോഡിയം ആൻഡ് പൊട്ടാസ്യം. സോഡിയം ആൻഡ് പൊട്ടാസ്യം. കിഡ്നീസിന്റെ മറ്റൊരു ഫംഗ്ഷൻ എന്തായിരുന്നു? ഏത് വിറ്റാമിനെയാണ് ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്? വിറ്റാമിൻ ഡി. ആക്ടിവേറ്റ് ചെയ്തിട്ട് കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ കൂട്ടുന്നു അല്ലെ? കിഡ്നീസ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഈ 3 ഫംഗ്ഷൻസും ആരാണ് പെർഫോം ചെയ്യുന്നത്? ആരുടെ സഹായത്തോടു കൂടിയാണ്? ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റിലെ ആ ഒരു മെഷീന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത് അല്ലെ? ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് ഡയാലിസിസ് പഠിക്കാം. ഓക്കെ. Types of dialysis. Types of dialysis 3 ടൈപ്പ് ഡയാലിസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഹീമോഡയാലിസിസ്. സെക്കൻഡ് വൺ ആണ്
പെരിറ്റോണിയൽ ഡയാലിസിസ്, ദാറ്റ് ഈസ് PD. എല്ലാത്തിന്റെയും ഷോർട്ട് ഫോംസും പഠിക്കാനുണ്ട് കേട്ടോ. ഫസ്റ്റ് ഏതായിരുന്നു? ഹീമോ ഡയാലിസിസ്. സെക്കൻഡ് വൺ ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. തേർഡ് വൺ ആണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, ദാറ്റ് ഈസ് CRRT എന്ന് പറയുന്നത്. മൂന്നെണ്ണം പഠിച്ചു. ഏതാണ്? ഹീമോ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ആൻഡ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അല്ലെങ്കിൽ CRRT എന്ന് പറയുന്ന മൂന്നെണ്ണം. അതിൽ ആദ്യത്തെ ടൈപ്പ് ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഏതാണ്? ഹീമോ ഡയാലിസിസ്, അല്ലെങ്കിൽ അതിനെ ഷോർട്ട് ആയിട്ട് എന്തെന്ന് വിളിക്കാം? നമുക്ക് HD എന്ന് വിളിക്കാം. ഇനി വരുന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലുള്ള ഷോർട്ട് ഫോംസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ HD എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹീമോ ഡയാലിസിസിനെ ഷോർട്ട് ആക്കി നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് HD. അത് ആദ്യത്തെ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഹീമോ ഡയാലിസിസ് നോക്കാം. The most common type of dialysis is hemodialysis. ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ഡയാലിസിസ് ഏതാണ്? ഹീമോ ഡയാലിസിസ്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഡയാലിസിസ് ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഏതാണ് ആൻസർ ചെയ്യേണ്ടത്? ഹീമോ ഡയാലിസിസ് ആണ്. That is, hemodialysis is a method in which a dialysis machine and a special filter called an artificial kidney or a dialyzer. എന്താണ്? ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഏതായിരുന്നു ഒരു മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് എന്ന് പറയുന്നത്? ഏത് ടൈപ്പാണ്? ഹീമോ ഡയാലിസിസ് ആണ്. എന്താ ഹീമോ ഡയാലിസിസിൽ എന്തൊക്കെയുണ്ട്? അതൊരു മെത്തേഡ് ആണ്. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ട് അല്ലെ? ഒരു ഡയാലിസിസ് മെഷീനും ഒരു സ്പെഷ്യൽ ഫിൽറ്ററും ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡിനെ ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫിൽറ്റർ ഉൾപ്പെടുന്ന ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ടായിരിക്കും. ഈ ഡയാലിസിസ് മെഷീനിൽ എന്താണ് ഉള്ളത്? ഒരു സ്പെഷ്യൽ ഫിൽറ്റർ ഉൾപ്പെടുന്ന ഈ ഒരു ഡയാലിസിസ് മെഷീനെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയലൈസർ എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട്, എന്തിനെയാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയലൈസർ എന്ന് വിളിക്കുന്നത്? ഡയാലിസിസ് മെഷീൻ ആൻഡ് സ്പെഷ്യൽ ഫിൽറ്റർ അല്ലെ? ഡയാലിസിസ് മെഷീനിൽ എന്തുണ്ട്? ഒരു സ്പെഷ്യൽ ഫിൽറ്റർ കൂടിയുണ്ട്. അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയലൈസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഹീമോ ഡയാലിസിസിൽ ഒരു ഡയലൈസർ മെഷീൻ ഉണ്ട്, ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഫിൽറ്റർ കൂടി ഉണ്ടായിരിക്കും ബ്ലഡിനെ ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു മെഷീനും ആ ഫിൽറ്ററിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയലൈസർ എന്നുള്ളത്. കാരണം എന്താ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് വിളിക്കാൻ കാരണം എന്താണ്? കിഡ്നി ചെയ്യുന്ന അല്ലെ, കിഡ്നി എന്തൊക്കെ ഫങ്ഷൻസ് നോർമൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നുണ്ടോ ആ ഫങ്ഷൻസ് ഒക്കെ ഇപ്പൊ ഡയാലിസിസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന വ്യക്തി ആരാണ്? ഈ ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഈ ഡയാലിസിസ് മെഷീൻ ആൻഡ് സ്പെഷ്യൽ ഫിൽറ്റേഴ്സ് ആണ് അല്ലെ? ആ ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ദിസ് ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഹീമോ ഡയലൈസർ അല്ലെ? ഈ ആർട്ടിഫിഷ്യൽ കിഡ്നിയെ ഡയലൈസർ അല്ലെങ്കിൽ ഹീമോ ഡയലൈസർ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഹീമോ ഡയലൈസർ എന്ന് പറയുന്നത്? ഹീമോ എന്ന വേർഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബ്ലഡുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? അപ്പോ ഇവിടെ എന്താണ്? ബ്ലഡ് ഫിൽറ്റർ ചെയ്യാനായിട്ടാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മറ്റൊരു പേര് കൂടി അറിയപ്പെടുന്നു, ഹീമോ ഡയലൈസർ എന്ന് കൂടി അറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ 3 പേരുകളല്ലേ നമ്മൾ പഠിച്ചത്. ഹീമോ ഡയാലിസിസില് എന്താണ്? ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഫിൽറ്റർ കൂടി ഉണ്ടായിരിക്കും. ആ ഡയാലിസിസ് മെഷീനെയും ആ സ്പെഷ്യൽ ഫിൽറ്ററിനെയും ഒരുമിച്ച് മൊത്തത്തിൽ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു? ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ? ഡയലൈസർ അല്ലെങ്കിലോ ഹീമോ ഡയലൈസർ എന്ന് കൂടി വിളിക്കാം. 3 പേരായില്ലേ? Then that eliminates waste and surplus fluid from the blood. അല്ലെ? ബ്ലഡിലുള്ള എന്താണ്? ഏത് കിഡ്നി എന്ത് ഫംഗ്ഷൻ ആണ് പെർഫോം ചെയ്യുന്നത്? ആ ഫംഗ്ഷൻസ് തന്നെ ഈ ആർട്ടിഫിഷ്യൽ കിഡ്നീസും ചെയ്യും അല്ലെ? അപ്പൊ നമ്മുടെ ബ്ലഡിലുള്ള എന്താണ്? വേസ്റ്റുകൾ അല്ലെ? വേസ്റ്റുകൾ അതുപോലെ സർപ്ലസ് അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് എല്ലാം എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യുന്നു, ബ്ലഡിൽ നിന്ന് നീക്കം ചെയ്യുന്നു. And the filtered blood is then sent back to the body with the help of a dialysis machine. അല്ലെ? ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്, അതിന്റെ ഹെൽപ്പോട് കൂടി ഇങ്ങനെ ഫിൽറ്റർ ചെയ്യുന്ന ബ്ലഡ്. ഏത് ഫിൽറ്റർ ചെയ്യുന്ന ബ്ലഡ് ആണ്? ഈ ഡയാലിസിസ് മെഷീൻ ഫിൽറ്റർ ചെയ്യുന്ന ആ ബ്ലഡ് തിരിച്ചെന്ത് ചെയ്യുന്നു? ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ സെൻഡ് ചെയ്യുന്നു. And before starting hemodialysis, ഇനി അവിടെ ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ചില പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ട്. അതാണ് a minor surgery is required to make a vascular access site. ഒരു മൈനർ
സർജറീസ് ചെയ്യണം. എന്തിനു മുൻപാണ്? ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അവിടെ ഒരു മൈനർ സർജറി ചെയ്യണം ആ പേഷ്യന്റിന്. എന്തിനു വേണ്ടിയിട്ടാണ് നോക്കിയാൽ ഒരു വാസ്കുലർ അസസ് സൈറ്റ്. ശ്രദ്ധിക്കണോട്ടോ ആ ഒരു ടേം, വാസ്കുലർ അസസ് സൈറ്റ്. എന്താണ് വാസ്കുലർ അസസ് സൈറ്റ്? നോക്കിയേ, ദ ഓപ്പണിംഗ് ഇൻടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽസ്. നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ബ്ലഡ് വെസലിന്റെ ഓപ്പണിംഗ് ഉണ്ടാക്കുന്നതിനെയാണ് വാസ്കുലർ അസസ് സൈറ്റ് എന്ന് മനസ്സിലാക്കുക. മനസ്സിലായോ? അപ്പൊ എന്താണ് വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുക. ക്ലിയർ ആയോ? നോർമലി ഇൻ ദ പേഷ്യൻസ് ആണ് എപ്പോഴും നോർമലി എവിടെയാണ് ആ ഒരു അസസ് സൈറ്റ് ഉണ്ടാക്കുന്നത്? പേഷ്യൻസിന്റെ ആമിൽ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കൈകളിലാണ് ആ ഒരു വാസ്കുലർ അസസ് സൈറ്റ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിലെ ഓപ്പണിങ്സ് ഉണ്ടാക്കുന്നത്. This access site is important to have an easy way to get blood from the body through the dialyzer and back into the body. അല്ലെ, നമ്മുടെ ഏത് പേഷ്യന്റിനെ ആണോ ഡയാലിസിസ് ചെയ്യുന്നത് ആ പേഷ്യന്റിന്റെ ബോഡിയിലുള്ള ബ്ലഡ് എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്യണം, ഫിൽട്ടർ ചെയ്യണം, വേണ്ടേ? അപ്പൊ എന്തിന്റെ സഹായത്തോടു കൂടിയാണ് അത് ഫിൽട്ടർ ചെയ്യുന്നത്? ഒരു ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഡയാലൈസർ എന്ന് പറയുന്ന ആ ഒരു മെഷീന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ആ വാസ്കുലർ അസസ് സൈറ്റ് ആണ് ഒരു ഈസി വേ ടു ഗെറ്റ്, അല്ലെ, ഒരു വളരെ എളുപ്പത്തില് നമുക്ക് അവരുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ഈ ഒരു മെഷീനിൽ കളക്ട് ചെയ്യാനും ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാനും തിരിച്ച് ഈ ഫിൽട്ടർ ആ മെഷീനിലൂടെ ഫിൽട്ടർ ചെയ്ത് വന്ന പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡ് തിരിച്ച് ആ പേഷ്യന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റി വിടണ്ടേ? ആ സെൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് എളുപ്പത്തിൽ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു അസസ് സൈറ്റ് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു മൈനർ സർജറീസ് സഹായിക്കുന്നു. Different type of access for hemodialysis are as follows. ഇനി ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അസസ് സൈറ്റുകൾ, വാസ്കുലർ അസസ് സൈറ്റുകൾ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് 3 തരത്തിലുള്ള അസസ് സൈറ്റുകൾ അല്ലെങ്കിൽ വാസ്കുലർ അസസ് സൈറ്റുകൾ ഹീമോഡയാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി പറയാം, ഹീമോഡയാലിസിസ് എന്ന് പറയുന്നതിന് നമുക്ക് ഷോർട്ട് ആക്കി എന്തെന്ന് വിളിക്കാം? HD എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? ഇനി ഇതൊരു മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ്. ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയാലിസിസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഹീമോഡയാലിസിസ് തന്നെയാണ്. ഇനി ഈ ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിൽ ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ടായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഫിൽട്ടർ കൂടി ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഡയാലിസിസ് മെഷീനെയും ഈ ഒരു ഫിൽറ്ററിനെയും ഒരുമിച്ച് എന്തെന്ന് വിളിക്കുന്നുണ്ട്? ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയലൈസർ എന്ന് വിളിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിലോ ഹീമോ ഡയലൈസർ എന്ന് കൂടി വിളിക്കാം. ക്ലിയർ ആയോ? ഹീമോ ഡയലൈസർ അല്ലെങ്കിൽ ഡയലൈസർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നൊക്കെ പറഞ്ഞാലും എന്ത് തന്നെയാണ്? ആ ഒരു ഡയാലിസിസ് മെഷീനെയും ആ സ്പെഷ്യൽ ഫിൽറ്ററിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ്. ക്ലിയർ ആയോ? ഇനി ഈ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി എന്തിനു സഹായിക്കുന്നുണ്ട്? നമ്മുടെ ബോഡിയിൽ ഏത് പേഷ്യന്റ് ആണോ ഡയാലിസിസ് ചെയ്യുന്നത് അവരുടെ ബോഡിയിലെ ബ്ലഡിലുള്ള വേസ്റ്റസിനെയും എക്സ്ട്രാ ഫ്ലൂയിഡ്സിനെയും ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ ഫിൽട്ടർ ചെയ്ത ബ്ലഡ് അങ്ങനെ എന്താണ് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ആ ബ്ലഡ് ബോഡിയുടെ ബ്ലഡ് എന്ത് ചെയ്യണം? ഈ ഒരു മെഷീനിലേക്ക് വരണ്ടേ? എന്നാൽ മാത്രമല്ലേ അവിടെ ഫിൽട്രേഷൻ നടക്കുള്ളൂ. അപ്പൊ ഈ ഒരു ബ്ലഡ് മെഷീനിലോട്ട് വരണം. അതെന്ത് ചെയ്യണം? ആ ബ്ലഡ് ആ മെഷീനിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് ആ സ്പെഷ്യൽ ഫിൽട്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഫിൽട്ടർ ചെയ്യണമല്ലേ? ഫിൽട്ടർ ചെയ്യുമ്പോഴല്ലേ അതിൽ ആ വേസ്റ്റുകളും എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം എന്താണ്? പ്യൂരിഫൈഡ് ആയിട്ട് കിട്ടുന്ന ബ്ലഡ് എന്ത് ചെയ്യണം? തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കണം, അല്ലെ? അപ്പൊ അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിന് എന്ത് സഹായിക്കണം? ഒരു അസസ് സൈറ്റ്, വാസ്കുലർ അസസ് സൈറ്റ് ആവശ്യമാണ്, അല്ലെ? ഒരു ഓപ്പണിംഗ് ആവശ്യമാണ്. നമ്മുടെ ബ്ലഡ് ബോഡിയിൽ നിന്ന് എടുക്കാനും തിരിച്ച് ബോഡിയിലേക്ക് കയറ്റാനും വേണ്ടിയിട്ട് അവിടെ ഒരു ഓപ്പണിംഗ് വേണമല്ലോ. ആ ഓപ്പണിംഗ്, ആ ബ്ലഡ് വെസൽസിൽ ഓപ്പണിങ്ങിനെയാണ് വാസ്കുലർ അസസ് സൈറ്റുകൾ എന്ന് പറയുന്നത്. ഈ വാസ്കുലർ അസസ് സൈറ്റ് ഉണ്ടാക്കുന്നത് ഒരു ചെറിയ മൈനർ സർജറീസ് കൊണ്ടാണ്. മൈനർ സർജറീസ് നടത്തിയാണ് ഈ ഒരു അസസ് സൈറ്റുകൾ ഉണ്ടാക്കുന്നത്. അത് എന്തിനു മുൻപാണ്? ഈ ഒരു ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുൻപ് ഈ ഒരു വാസ്കുലർ അസസ് സൈറ്റ് അല്ലെങ്കിൽ ഒരു മൈനർ സർജറീസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കണം. ക്ലിയർ ആയോ? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വാസ്കുലർ അസസ് സൈറ്റ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ബോഡിയിലുള്ള ബ്ലഡിനെ എന്ത് ചെയ്യണം? ഫിൽട്ടർ ചെയ്യാനായിട്ട് ഈ ഒരു മെഷീനിലേക്ക് എടുക്കണം, വേണ്ടേ? ഈ ഒരു മെഷീനിൽ വന്ന് അത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ് ആ ബ്ലഡ് എന്തായി?
പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡിനെ തിരിച്ച് ആ പേഷ്യന്റെ ബോഡിയിലേക്ക് തന്നെ ഈസി ആയിട്ട് കടത്തിവിടാനായിട്ട് ഒരു സ്പേസ് വേണം, അല്ലെ, ഒരു ഓപ്പണിംഗ് വേണം. അതിനു വേണ്ടിയാണ് ഒരു വാസ്കുലാർ അസസ് സൈറ്റ് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് അവിടെ മൈനർ സർജറീസിലൂടെ ഉണ്ടാക്കുന്നത്. ഇനി 3 തരത്തിലുള്ള വാസ്കുലാർ അസസ് സൈറ്റുകളാണ് ഹീമോഡയാലിസിസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ആർട്ടീരിയോ വീനസ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഏതായിരുന്നു? ആർട്ടീരിയോ വീനസ് അല്ലെങ്കിൽ AV ഫിസ്റ്റുല എന്ന് പറയാം. ക്ലിയർ ആയോ? ആർട്ടീരിയോ വീനസ് അല്ലെങ്കിൽ AV ഫിസ്റ്റുല ഫസ്റ്റ് വൺ ആണ്. സെക്കൻഡ് വൺ ആണ് AV ഗ്രാഫ്റ്റ്. ഇതൊക്കെ വാസ്കുലാർ അസസ് സൈറ്റുകളാണ് കേട്ടോ. സെക്കൻഡ് വൺ ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ ആണ് വാസ്കുലാർ അസസ് കത്തീറ്റർ. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ആർട്ടീരിയോ വീനസ് അല്ലെങ്കിൽ AV ഫിസ്റ്റുല. സെക്കൻഡ് വൺ ആണ് AV ഗ്രാഫ്റ്റ്. തേർഡ് വൺ ആണ് വാസ്കുലാർ അസസ് കത്തീറ്റർ. ക്ലിയർ ആയോ? അതിൽ ഫസ്റ്റ് വൺ ആണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ ഷോർട്ട് ഫോംസ് നോക്കി വെക്കണം കേട്ടോ. An AV fistula is a surgical connection between an artery and a vein. അവിടെ AV fistula എന്ന് പറയുന്നത് ഒരു വാസ്കുലാർ അസസ് സൈറ്റ് ആണ്. അതായത് ബ്ലഡ് വെസൽസിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഡയാലിസിന് വേണ്ടിയിട്ടുള്ള ബ്ലഡിനെ എടുക്കുകയും തിരിച്ചു കയറ്റുകയും വേണം, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഈ AV fistula എന്ന് പറയുന്നത് എന്തൊരു സർജിക്കൽ കണക്ഷൻ ആണ്? ആർട്ടറീസും വെയിൻസും തമ്മിലുള്ള ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നു. രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. എന്താണ്? ആർട്ടറീസ് എന്ത് ബ്ലഡ് ആണ് സ്വീകരിക്കുന്നത്, ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്? ആർട്ടറീസും വെയിൻസും. യെസ്, ആർട്ടറീസ് ഏതാണ്? പ്യുവർ ബ്ലഡ് ആണ്, അല്ലെ? ഓക്കെ. വെയിൻസ് ആണെങ്കിലോ ഇൻപ്യുവർ ബ്ലഡ് ആണ്, അല്ലെ? അതായത് മലിനമായിട്ടുള്ള അല്ലെങ്കിൽ ഓക്സിജൻ കണ്ടന്റ് അല്ലെങ്കിൽ വേസ്റ്റുകളുള്ള ഇൻപ്യുവർ ബ്ലഡ് ആണ് വെയിൻസ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ 2 ബ്ലഡ് കൊണ്ട്, അല്ലെ, നല്ല പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുപോകുന്ന ആ ഒരു ആർട്ടറിയും അതുപോലെ ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുപോകുന്ന വെയിൻസും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നു. നിങ്ങൾ ആ ഒരു പിക്ചേഴ്സ് കണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ പിക്ചറിൽ? ഓക്കെ. അവിടെ എന്താണ്? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? മാർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് നോക്കി. അതായത് ആ റെഡ് കളറില് എന്താണ് കാണിച്ചിരിക്കുന്നത്? വെയിൻ എക്സ്പാൻഡഡ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇതാണ് എടുത്തിരിക്കുന്ന ആ ബ്ലൂ കളർ, അല്ലെ? ബ്ലൂ കളറിൽ കാണുന്നതും റെഡ് കളറിൽ കാണുന്ന ആർട്ടറീസും കണ്ടോ? റെഡ് കളറിൽ ആർട്ടറീസ് കാണിച്ചിട്ടുണ്ട്, ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നതാണ് വെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ മിക്സഡ് AV ബ്ലഡ് പോകുന്നത് കണ്ടോ? അവിടെ എന്താണ്? ആ ഒരു ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്നൊരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു? 2 ആർട്ടറീസും വെയിൻസും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നു. രണ്ടും കൂടി എന്ത് ചെയ്യുന്നു? യോജിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നു. ഇതുവഴി എന്താണ് നോക്കി? അവിടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു AV ബ്ലഡ് എന്ത് ചെയ്യുന്നു? മിക്സഡ് ആയിട്ടുള്ള ആർട്ടീരിയോ വീനസ് ബ്ലഡ് ആ ഒരു ട്യൂബിലൂടെ ഒഴുകുന്നുണ്ട്, അല്ലെ? ഇനി നോക്കിയേ. ഓപ്പൺ ഫിസ്റ്റുല ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ആം. പ്രധാനമായിട്ടും ഫിസ്റ്റുല എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? കൈകളിലാണ്. if the arteries in the arm are not large or healthy enough, ഇനി ആ ആമിലെ അല്ലെങ്കിൽ കൈകളിലാണ് പ്രധാനമായിട്ട് ഈ ഒരു ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അവിടെ കൈകളിലെ അല്ലെങ്കിൽ ആംസിലെ ആർട്ടറീസ് ലാർജ് അല്ല അല്ലെങ്കിൽ ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി പുട്ട് ഇൻ ദ ലെഗ്. ഇത് ഇവിടെ ചെയ്യാൻ പറ്റും. നമുക്ക് കൈകളിൽ അല്ല എന്നുണ്ടെങ്കിൽ കാലില് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ആംസിലാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ കൈകളിലുള്ള ആർട്ടറീസ് ലാർജ് അല്ല അല്ലെങ്കിൽ ഹെൽത്തി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടേക്ക് മാറ്റാം? നമുക്ക് ലെഗ്സിലും ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ അസസ് സൈറ്റ്. ഇതൊരു മോസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള അസസ് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് എഴുതുന്നത്? AV ഫിസ്റ്റുല അല്ലെങ്കിൽ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുലയാണ്. It's formed from blood vessels, അല്ലെ? ഇതൊരു ബ്ലഡ് വെസൽസ് കൊണ്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലാതെ വേറെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തോ? അവിടെ ഇല്ല. 2 ആർട്ടറീസും വെയിൻസും തമ്മിൽ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കി. ഇറ്റ് ഹാസ് ദ റെയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിംഗ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ് നമ്മൾ അവിടെ വെച്ചാണോ ഈ ഒരു ഫിസ്റ്റുല ഉണ്ടാക്കിയത്? അല്ല, അല്ലെ? അവിടുത്തെ ബ്ലഡ് വെസൽസ് കൊണ്ട് തന്നെയാണ് അവിടെ ഒരു വാസ്കുലാർ അസസ് സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു നാച്ചുറൽ അസസ് സൈറ്റ് ആണ്. അതോടൊപ്പം തന്നെ അവിടെ ഇൻഫെക്ഷനോ
ക്ലോട്ടിങ്ങോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് എങ്ങനെയായിരിക്കും? വളരെ റെയർ ആയിരിക്കും. ഇപ്പൊ ക്ലിയർ ആയോ? ആർട്ടീരിയസ് വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത് എന്താണ്? AV ഫിസ്റ്റുല അല്ലെങ്കിൽ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത് ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നു. എന്തൊക്കെ തമ്മിലാണ്? ആർട്ടറീസും വെയിൻസും തമ്മിൽ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നു. ഇനി ഈ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പ്രധാനമായിട്ടും കൈകളിലാണ്, ആംസിലാണ്. ഇനി ആംസിലെ ആർട്ടറീസ് നല്ല ഇനഫ് ആയിട്ടുള്ള ലാർജ് അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിലോ ഹെൽത്തി ആയിട്ടില്ല എന്നുണ്ടെങ്കിലോ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ആംസിൽ നിന്നും അത് എവിടേക്ക് മാറ്റാം? ലെഗ്സിലും ഈ ഒരു ഫിസ്റ്റുല ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്താ നോക്കി, ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അസസ് സൈറ്റ് ആണ്. ഇവിടെ നിന്ന് എന്താ? ബ്ലഡ് വെസൽസിലൂടെയാണ് ഇത് ഫോം ചെയ്യുന്നത് അല്ലെ? ബ്ലഡ് വെസൽസ് ആണ് നമ്മൾ ഇത് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുലയായിട്ട് ഫോം ചെയ്ത് മാറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഇൻഫെക്ഷനും ക്ലോട്ടിങ്ങിനും ഒക്കെ വളരെ റെയർ ആയിട്ടുള്ള ചാൻസുകളാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല ഇരിക്കുന്ന ആ ഒരു ഭാഗം നോക്കി, അവിടെ എന്ത് ചെയ്യുന്നു? ഓപ്പണിംഗ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് സർജിക്കൽ കണക്ഷൻസ് വരുത്തി ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? ഫിൽട്ടർ ചെയ്യുന്ന ബ്ലഡ് ഈ മെഷീൻ എടുക്കുന്നതും അതിനുശേഷം ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഓപ്പണിംഗിലേക്ക് തന്നെ തിരിച്ചെന്ത് ചെയ്യുന്നു? ബ്ലഡ് കൊടുക്കുന്നു. ക്ലിയർ ആയോ? രണ്ടാമത്തെ ഒരു വാസ്കുലർ അസസ് സൈറ്റ് ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നോക്കിയപ്പോ AV ഗ്രാഫ്റ്റ് എന്താണ്? AV ഫിസ്റ്റുല നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇസ് ആന്റീരിയോ വീനസ് ഗ്രാഫ്റ്റ്. AV ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ആന്റീരിയോ വീനസ് ഗ്രാഫ്റ്റ് ഇസ് എ കൈൻഡ് ഓഫ് അസസ് യൂസ്ഡ് ഫോർ ഹീമോഡയാലിസിസ് അല്ലെ? ഹീമോഡയാലിസിന് യൂസ് ചെയ്യുന്ന അസസ് സൈറ്റുകളല്ലേ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചു, എന്താണ്? AV ഫിസ്റ്റുല. രണ്ടാമത്തതാണ് എന്ത്? AV ഗ്രാഫ്റ്റ് അല്ലെ? ഇതിന് ഹീമോഡയാലിസിന് വേണ്ടി ഉപയോഗിക്കുന്ന അസസ് സൈറ്റ് ആണ്. Then the graft is normally placed in the arm but may be placed in the leg if needed. അല്ലെ? നമ്മൾ ഫിസ്റ്റുല പഠിച്ച പോലെ തന്നെയാണ് ഇവിടെയും കുറച്ച് കാര്യങ്ങൾ വരുന്നത്. എന്താണ്? ഇതും ഇവിടെ പ്രധാനമായിട്ടും കൈകളിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ എന്ത് ചെയ്യാം? അവിടെ കൈകളിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ അവിടെ എന്തിൽ ചെയ്യാം? ലെഗിലും ചെയ്യാനായിട്ട് സാധിക്കും. And AV graft is the connection of a vein and artery that uses a hollow synthetic tube, the actual graft. ഇനി AV graft എന്ന് പറയുന്നത് ഇവിടെയും എന്തൊക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്? വെയിനും ആർട്ടറീസും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കുന്നു, സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നു. അത് എങ്ങനെയാണ് അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നത്? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ്. ഹോളോ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ചിട്ട്, ആ ഒരു സിന്തറ്റിക് ഹോളോ സിന്തറ്റിക് ട്യൂബിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ ഒരു ഗ്രാഫ്റ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ഓപ്പൺ ആയിട്ടുള്ള ഒരു എന്താണ് മാനുഫാക്ചർ ചെയ്തിട്ടിരിക്കുന്ന ഒരു ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് അവിടെ എന്താ ആ ഒരു ഗ്രാഫ്റ്റ് ഉപയോഗിച്ചിട്ട് ആർട്ടറീസിനെയും വെയിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ആ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങള് പിക്ചേഴ്സ് കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അവിടെ ആർട്ടറി കണ്ടോ? റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ആർട്ടറി, ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നത് എന്താ? വെയിൻ ആണ്. ഇനി ഈ ആർട്ടറിയെയും വെയിനെയും തമ്മിൽ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ചിട്ട് രണ്ടിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്തിരിക്കുന്നു. ആ കണക്ട് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. രണ്ട് എന്താ? ആർട്ടറിനെയും വെയിനെയും തമ്മിൽ ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. ആ കണക്ട് ചെയ്ത മെറ്റീരിയൽ നമ്മൾ വിളിക്കുന്നതാണ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? One end of the tube is attached to the artery and the other end of the tube is attached to a vein. അല്ലെ? ഒരു ട്യൂബ് എന്തിനാ? ആർട്ടറിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. മറ്റെന്ത് എന്തുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു? അതിന്റെ വെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. This connection result in blood flowing from the high flow high pressure artery through the graft and into the low flow low pressure artery. ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ എന്താണ്? ആർട്ടറിയിൽ നിന്ന് ഹൈ ഫ്ലോ ഹൈ പ്രഷറിലുള്ള ബ്ലഡ് ആണ് വരുന്നത്. അത് എന്തിലൂടെ കടന്നു പോകുന്നു? ഈ ഒരു ഗ്രാഫ്റ്റിലൂടെ കടന്നിട്ട് എന്തിലോട്ട് ചേരുന്നു? വെയിൻസിലോട്ട് അല്ലെ? എന്താണ്? ലോ ഫ്ലോ ലോ പ്രഷർ ഉള്ള വെയിൻസിലോട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്, ബ്ലഡ് ഫ്ലോ നടക്കുന്നുണ്ട്. Consequently, the blood flow through the graft provides a flow rate that will supply enough blood to provide a suitable hemodialysis treatment. അപ്പൊ ഇവിടെ എന്താണ്? ഈ ഗ്രാഫ്റ്റിലൂടെ ഇങ്ങനെയുള്ള ഒരു ബ്ലഡ് ഫ്ലോ നടക്കുമ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു ഫ്ലോ റേറ്റ് കിട്ടുന്നുണ്ട് അല്ലെ? അതായത് ഹൈ പ്രഷർ ഹൈ എന്താണ് ഫ്ലോ ഉള്ള ഒരു ബ്ലഡ് വെസൽസിൽ നിന്നും മറ്റൊരു ബ്ലഡ് വെസൽസിലോട്ട് അല്ലെങ്കിൽ ലോ പ്രഷർ ലോ എന്താണ് ഫ്ലോ ഉള്ള ഒരു ബ്ലഡ്
ബ്ലഡ് വെയിനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ഫ്ലോ നടക്കുന്നുണ്ട് ആ ഒരു ഗ്രാഫ്റ്റ് വഴി. അപ്പൊ അവിടെ ഒരു ഫ്ലോ റേറ്റ് കിട്ടുന്നുണ്ട്. ദാറ്റ് വിൽ സപ്ലൈ ഇനഫ് ബ്ലഡ് ടു പ്രൊവൈഡ് എ സ്യൂട്ടബിൾ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ്. ഇങ്ങനെ ഒരു ഫ്ലോ നടക്കുന്നത് വഴി എന്താണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹീമോഡയാലിസിസിന് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇനഫ് ബ്ലഡ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫ്ലോ റേറ്റ് വഴി നമുക്ക് ആ ഒരു ഗ്രാഫ്റ്റിൽ നിന്ന് ഓപ്പണിംഗ് ഉണ്ടാക്കിയാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ്, ഇനഫ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡുകൾ ആ ഒരു ഗ്രാഫ്റ്റിൽ നിന്നും കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആൻഡ് AV ഗ്രാഫ്റ്റ് പ്രൊവൈഡ്സ് എ സൊല്യൂഷൻ ഫോർ സ്മോൾ ഓർ ബിഗ് വെയിൻസ് അല്ലെ. അതുകൊണ്ട് തന്നെ AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്തിനൊരു സൊല്യൂഷൻ ആണ്, സ്മോൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള വെയിൻസ് ആണോ നമ്മുടെ ബോഡിയിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് AV ഗ്രാഫ്റ്റ് തന്നെയാണ്. അപ്പൊ ഈ AV ഗ്രാഫ്റ്റ് ആയാലും AV ഫിസ്റ്റുല ആയാലും അവിടെ ഒരു സർജിക്കൽ മെത്തേഡ് ആണ് അല്ലെ, മൈനസ് സർജറീസിലൂടെയാണ് ഇത് ഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സൈറ്റ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ ഇവിടെ AV ഗ്രാഫ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഹീമോഡയാലിസിസിലെ ഒരു വാസ്കുലർ അസസ് സൈറ്റ് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ആണ് അല്ലെ. വാസ്കുലർ അസസ് സൈറ്റിലെ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ ആണ്. ഇതിൽ പ്രധാനമായിട്ടും എന്താണ്, ആർട്ടറീസും വെയിൻസും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഇനി ആ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതെന്താ, ഒരു എൻഡ് എന്തായിരിക്കും, ഈ ഒരു ട്യൂബിന്റെ ആർട്ടറിയുമായി കണക്ട് ചെയ്തിരിക്കും, മറ്റൊരു എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കും, വെയിൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കും അല്ലെ. അപ്പോ ആർട്ടറിയിൽ നിന്ന് വരുന്ന ബ്ലഡ് എങ്ങനെയാണ്, ഹൈ ഫ്ലോ ഉള്ള ഹൈ പ്രഷർ ഉള്ള ബ്ലഡ് ആയിരിക്കും. അത് എന്തിലേക്ക്, ഈ AV ഗ്രാഫ്റ്റ് വഴി എന്തിലോട്ട് പോകുന്നു, വെയിൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലേ. അപ്പൊ വെയിൻസ് ലോ പ്രഷർ ഉള്ള അല്ലെങ്കിൽ ലോ ഫ്ലോ ഉള്ള വെയിൻസിലോട്ട് എന്ത്, ആർട്ടറിയിൽ നിന്നും ഹൈ പ്രഷറിൽ ഹൈ ഫ്ലോയിൽ വരുന്ന ബ്ലഡ് എന്ത് ചെയ്യുന്നു, ഫ്ലോ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ആ ഒരു ഗ്രാഫ്റ്റ് വഴിയല്ലേ ആ ഒരു ഫ്ലോ നടക്കുന്നത്. അപ്പൊ ആ ഗ്രാഫ്റ്റിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമായിട്ടുള്ള ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ബ്ലഡ് എത്രത്തോളം ട്രീറ്റ്മെന്റിന് എത്രത്തോളം ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഹീമോഡയാലിസിസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്, അത്രത്തോളം ഇനഫ് ബ്ലഡ് നമുക്ക് ആ ഒരു ഗ്രാഫ്റ്റിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു AV ഗ്രാഫ്റ്റ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകൾ എവിടെയാണ്, അതായത് സ്മോൾ വെയിൻസ്, അവരുടെ വെയിൻസ് അല്ലെങ്കിൽ സ്മോൾ ആർട്ടറീസും ഒക്കെ എന്താ വളരെ സ്മോളോ അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള വെയിൻസ് ഒക്കെയാണ് അവർക്കുള്ളതെങ്കിൽ അവർക്ക് ഒരു സൊല്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത് AV ഗ്രാഫ്റ്റ് ചെയ്യുക തന്നെയാണ്. നെക്സ്റ്റ് ആണ് സെക്കൻഡ് ടൈപ്പ്, മനസ്സിലായോ AV ഗ്രാഫ്റ്റ് എന്താണെന്ന് പറയുന്നത്. തേർഡ് വൺ ആണ് വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറയുന്നത്. വാസ്കുലർ അസസ് കത്തീറ്റർ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു. ഏതാണ്, AV ഗ്രാഫ്റ്റ്, AV ഫിസ്റ്റുല രണ്ടെണ്ണം നമ്മൾ നോക്കി. നെക്സ്റ്റ് ആണ് തേർഡ് വൺ ആണ് വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ട്യൂബ്. ഇതൊരു ഫ്ലെക്സിബിൾ ട്യൂബ് ആണ്. പ്ലേസ്ഡ് ഇൻ ദ ലാർജ് വെയിൻ. ലാർജ് വെയിൻ, വലിയ വെയിനിലാണ് ഈ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ് ഘടിപ്പിക്കുന്നത്. യൂഷ്വലി ഇൻ യുവർ നെക്ക് ആണ്, എവിടെയാണ്, കഴുത്തിലാണ് ഈ ഒരു വാസ്കുലർ അസസ് കത്തീറ്റർ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓൺലി ഫോർ ഷോർട്ട് ടേം ഡയാലിസിസ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഷോർട്ട് ടേം ആയിട്ടുള്ള ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അസസ് സൈറ്റ് ആണ് വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് പ്രധാനമായിട്ടും ചെയ്യുന്ന സ്ഥലം, നമ്മൾ മറ്റു രണ്ട് പഠിച്ചപ്പോൾ എവിടെയായിരുന്നു, അത് കൈകളിൽ ചെയ്യാം, കൈകളിൽ ചെയ്യാതെ പറ്റാതെ വന്നാൽ നമുക്ക് കാലിൽ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ വാസ്കുലർ അസസ് കത്തീറ്റർ എവിടെയാണ്, വലിയ വെയിൻസ് ഉള്ള വലിയ വെയിൻസിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ് ഘടിപ്പിച്ചാണ് ഈ ഒരു വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറയുന്ന ആ ഒരു അസസ് സൈറ്റ് ഉണ്ടാക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും നെക്കിലാണ് ഈ ഒരു വാസ്കുലർ അസസ് കത്തീറ്റേഴ്സ് യൂസ് ചെയ്തു ആ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ഡയാലിസിസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാസ്കുലർ അസസ് കത്തീറ്റേഴ്സ് ചെയ്യുന്നത്. ഇഫ് കിഡ്നി ഡിസീസ് ഹാസ് പ്രോഗ്രസ്ഡ് റാപ്പിഡ്ലി അല്ലെ, പെട്ടെന്ന് ഇപ്പൊ ഒരു വ്യക്തിക്ക് കിഡ്നി ഒരു ഡിസീസ് അല്ലെങ്കിൽ അവർക്ക് കിഡ്നി ഫെയിലിയർ ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് ഒരു സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എ പേഷ്യന്റ് മേ നോട്ട് ഹാവ് ടൈം ഫോർ പ്ലേസ്മെന്റ് ഫോർ ആൻ AV ഫിസ്റ്റുല ഓർ AV ഗ്രാഫ്റ്റ് ബിഫോർ ബിഗിനിങ് ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ് അല്ലെ. പെട്ടെന്ന് ഒരു വ്യക്തിക്ക് എന്താണ്, അവർ ഓൾറെഡി എന്താണ് കിഡ്നി ഫെയിലിയർ ആയിട്ട് ട്രീറ്റ്മെന്റുകൾ നടത്തുന്നവരായിരിക്കാം. എന്നാൽ പെട്ടെന്ന് അവരുടെ ആ ഒരു അവസ്ഥ സിവിയർ ആയി ഡയാലിസിസ് ചെയ്യേണ്ട ഒരു കേസ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ ഒക്കെ ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടാവില്ല. കാരണം എന്താ, AV ഫിസ്റ്റുലയാണെങ്കിലും AV ഗ്രാഫ്റ്റ് ആണെങ്കിലും ചെറിയ മൈനർ സർജറീസിലൂടെയാണ് നമ്മൾ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നത് അത് ഉണങ്ങാനൊക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങൾ എടുക്കും.
അതേസമയം അത്രയും ദിവസം ചിലപ്പോൾ ഇവർക്ക് ആ ഒരു പേഷ്യന്റിന് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മുൻപ് ഈ ഒരു AV ഗ്രാഫ്റ്റോ AV ഫിസ്റ്റുലയോ ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ആ ഒരു ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വാസ്കുലാർ അസസ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഈ വാസ്കുലാർ അസസ് കത്തീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബുകള് ലാർജ് വെയിൻസിൽ ഇട്ട് കൊടുത്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നു. പ്രധാനമായിട്ടും എവിടെയാണ്? നെക്കിലാണ്. അതൊരു ഷോർട്ട് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ആണ്. ലോങ് ടേം ആയിട്ട് നമുക്ക് ഈ ഒരു വാസ്കുലർ അസസ് കത്തീറ്ററിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. AV ഗ്രാഫ്റ്റോ അതോടൊപ്പം തന്നെ അവിടെ എന്ത് ചെയ്യുന്നു, AV ഗ്രാഫ്റ്റോ അല്ലെങ്കിൽ എന്താണ് AV ഫിസ്റ്റുലയോ ഒക്കെ കയ്യിൽ ഉണ്ടാക്കിയതിനു ശേഷം ഈ ഒരു എന്താണ് അസസ് സൈറ്റ് എന്ത് ചെയ്യും, അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റും. അപ്പൊ ഒരു ഷോർട്ട് ടേം ഡയാലിസിസിന് വേണ്ടി മാത്രമേ നമുക്ക് വാസ്കുലർ അസസ് കത്തീറ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ 3 എണ്ണം മനസ്സിലായോ? ഏതാണ്? ഹീമോഡയാലിസിസ് എന്താണെന്ന് മനസ്സിലായോ? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഫിസ്റ്റുല പറഞ്ഞു, നമ്മള് AV ഗ്രാഫ്റ്റ് പറഞ്ഞു, ആൻഡ് വാസ്കുലർ അസസ് കത്തീറ്റർ പറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുള്ളൂ. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ് വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണം. അതുപോലെ AV ഗ്രാഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്താണ് AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും മാത്രം മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് വളരെ ഷോർട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കി, നെഫ്രോളജിസ്റ്റ്. ആരാണ് നെഫ്രോളജിസ്റ്റ്? നെഫ്രോളജിസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ബോർഡൊക്കെ കാണാറില്ലേ, നെഫ്രോളജിസ്റ്റുകളുടെ ബോർഡ്. ആരാണ് നെഫ്രോളജിസ്റ്റ്? എന്തിനെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്? യെസ്, കിഡ്നി അല്ലെ? യെസ്, വെരി ഗുഡ്. കിഡ്നിയുടെ അല്ലെ, നമ്മുടെ കിഡ്നി പ്രോബ്ലംസിന് അല്ലെ അത് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് അല്ലെ നെഫ്രോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. ഇനി നമ്മൾ റേഡിയോളജി ചാപ്റ്റർ പഠിച്ചില്ലേ, എന്തായിരുന്നു ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയ? ഇന്റർവെൻഷണൽ റേഡിയോളജി ഓർക്കുന്നുണ്ടോ? ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയെ പറ്റി പഠിച്ചില്ലേ? റേഡിയോളജി ഏരിയാസിനെ 3 ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയായിരുന്നു? ഡയഗ്നോസ്റ്റിക് ഏരിയ പഠിച്ചു, ഇന്റർവെൻഷണൽ ഏരിയ പഠിച്ചു. യെസ്, മിനിമൽ ഇൻവേസീവ് ആയിട്ടുള്ള എന്താണ് ട്രീറ്റ്മെന്റുകൾ അല്ലെ, മിനിമൽ ആയിട്ടുള്ള ഒരു ഇൻവേസീവ് ഇന്റർവെൻഷണൽ ടെക്നിക്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ്? ഒരു ചെറിയ രീതിയിലുള്ള മുറിവുകളോ ദ്വാരങ്ങളോ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ചികിത്സകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എ ഡോക്ടർ who utilize medical imaging tools അല്ലെ. അവരെന്താണ് ഉപയോഗിക്കുന്നത്? നെഫ്രോളജിസ്റ്റുകളായാലും എന്താണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകളായാലും അവർ എന്ത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? മെഡിക്കൽ ഇമേജിങ്ങൾ അല്ലെ. ചിത്രങ്ങൾ എടുക്കണം. എന്തൊരു ട്രീറ്റ്മെന്റ് നടക്കണമെങ്കിലും നമുക്ക് ആന്തരിക അവയവങ്ങളുടെ ആണെങ്കിൽ അതിനുള്ളിൽ എന്ത് ചെയ്യുന്നു? തുറന്നു നോക്കുകയല്ലോ. അതിന് പകരം എന്ത് ചെയ്യും? ഇമേജിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഡയഗ്നോസ് ചെയ്യണം അല്ലെ. അപ്പൊ അവിടെ ഇമേജിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ചിത്രങ്ങൾ എടുക്കുന്നു. To execute operations and perform the venous catheter placement procedure in a hospital or an outpatient center അല്ലെ. ഇവിടെ നെഫ്രോളജിസ്റ്റുകൾ എന്ന് പറയുന്നത് ആരാണ്? കിഡ്നി പ്രോബ്ലംസിന് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. ഇനി ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ ആരാണ്? A doctor who utilize medical imaging tools to execute operations and perform the venous catheter placement procedure in a hospital or an outpatient center അല്ലെ. രണ്ടുപേരെ നമ്മൾ പഠിച്ചു. നമ്മൾ ആ ഇന്റർവെൻഷണൽ റേഡിയോളജി പഠിച്ചു കഴിഞ്ഞപ്പോ അവിടെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് പ്രധാനമായിട്ടും പഠിച്ചത്? 4 പ്രൊസീജിയേഴ്സ് പ്രധാനമായിട്ട് പഠിച്ചില്ലേ? അതിനുള്ളിൽ വരുന്ന 4 പ്രൊസീജിയേഴ്സ് ഏതൊക്കെയായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇതൊന്നും മറന്നുപോയോ? ഏതൊക്കെയായിരുന്നു? ഇന്റർവെൻഷണൽ റേഡിയോളജി പഠിച്ചപ്പോ 4 പ്രൊസീജിയേഴ്സ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചില്ലേ? ഏതൊക്കെയാണ് ആ 4 പ്രൊസീജിയേഴ്സ്? ആരെങ്കിലും ഒന്ന് വേഗം പറഞ്ഞേ. വെരി ഗുഡ്. ബയോപ്സി പഠിച്ചു. ദെൻ കത്തീറ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിച്ചിരുന്നോ? ആൻജിയോഗ്രാം പഠിച്ചു. 2 എണ്ണമേ ഉള്ളൂ. ആൻജിയോഗ്രാം, biopsy, yes, cardiac catheterization and next in the angioplasty. Very good. 4 എണ്ണം പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്ന ആ ഒരു ഡോക്ടർ അവരെന്താണ് ചെയ്യുന്നത്? മെഡിക്കൽ ഇമേജിംഗ്
ടൂൾസ് ഉപയോഗിച്ചിട്ട് അല്ലെ, മെഡിക്കൽ ഇമേജിങ് അല്ലെങ്കിൽ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, കത്തീറ്റർ പ്ലേസ്മെന്റുകൾ, വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റുകൾ ചെയ്യുന്നു. അപ്പൊ ഇവിടെ രണ്ട് തരത്തിലുള്ള 2 ഡോക്ടേഴ്സ് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാ, നമ്മുടെ ആ ഒരു കിഡ്നി പ്രോബ്ലംസിനെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. ഇനി കത്തീറ്റർ എന്ന് പറയുന്ന ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബ്സ് ആണ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ആ ഒരു കത്തീറ്റർ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, മെഡിക്കൽ ഇമേജുകളിൽ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് ആ വീനസ് കത്തീറ്റർ റീപ്ലേസ്മെന്റ് അല്ലെ, എവിടെയാണോ ആ കത്തീറ്റർ പ്ലേസ് ചെയ്യേണ്ടത് ആ ഓപ്പറേഷൻസ് ഒന്നില്ലെങ്കിൽ അത് ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിലോ ഔട്ട് പേഷ്യന്റ് സെന്റേഴ്സിലും ഈ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അത് ആരാണ് ചെയ്യുന്നത്, ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകളാണ് ചെയ്യുന്നത്. അപ്പൊ 2 രീതിയിലുള്ള 2 ഡോക്ടേഴ്സ് ഉണ്ട്, നെഫ്രോളജിസ്റ്റുകളും ഉണ്ട്, ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകളും ഉണ്ട്. ഈ ഒരു കിഡ്നി ഡിസീസിന്റെ ഭാഗമായിട്ട് അവർ 2 പേർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊസീജിയേഴ്സ് അവർ ചെയ്യുന്നുണ്ട്. എന്തിന്റെ ഭാഗമായിട്ടാ, ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞ ഒരു വാസ്കുലർ അസസ് കത്തീറ്റർ എടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് എന്ത് ചെയ്യുന്നു, വെയിൻസിലുള്ള നമ്മുടെ ബ്ലഡ് വെസലിനുള്ളിൽ ഇട്ട് കൊടുക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ ആ ഒരു പ്രൊസീജിയേഴ്സ് ആര് ചെയ്യുന്നുണ്ട്, ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റുകളാണ് ചെയ്യുന്നത്. അത് എവിടെ ചെയ്യാം, ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ ആ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിലോ ഔട്ട് പേഷ്യന്റ് സെന്റേഴ്സിലും ഈ ഒരു പ്രൊസീജിയർ ചെയ്യാം. The patients get local anesthesia and sedation to be calm and relaxed in the course of this procedure. ഇനി ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ആ പേഷ്യൻസ് എന്താവും, പെയിൻ ഉണ്ടായിരിക്കും അല്ലെ, വേദന ഉണ്ടാവില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു ലോക്കൽ ആയിട്ടുള്ള അനസ്തേഷ്യ കൊടുക്കുന്നു അല്ലെ, വേദന രഹിതമാക്കാൻ വേണ്ടിയിട്ട് ഒരു അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട് ലോക്കൽ ആയിട്ട് ആ ഒരു ഏരിയയില്. ആൻഡ് സെഡേഷൻ ടു ബി കാം അല്ലെ, സെഡേഷൻസും കൊടുക്കുന്നുണ്ട്. കാരണം എന്തിനാ, അവരെ ഒന്ന് റിലാക്സ് ചെയ്ത് കാം ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊസീജിയർ കഴിയുന്ന വരെയും അവരൊരു കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലോക്കൽ ഏരിയയിൽ അനസ്തേഷ്യയും അതുപോലെ സെഡേഷൻസും ഒക്കെ ആ ഒരു പേഷ്യൻസിന് നൽകുന്നുണ്ട്. ഇനി വീനസ് കത്തീറ്റേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് ഫോർ ലോങ് ടേം യൂസ് അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അതൊരു ഷോർട്ട് ടേം ഹീമോ ഡയാലിസിസിന് മാത്രമേ നമുക്ക് ആ ഒരു കത്തീറ്റേഴ്സ് അല്ലെങ്കിൽ വീനസ് കത്തീറ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലോങ് ടേം യൂസിന് നമുക്ക് ഒരിക്കലും അത് സാധിക്കില്ല. വിത്ത് വീനസ് കത്തീറ്റർ എ പേഷ്യന്റ് മേ ജനറേറ്റ് എ ബ്ലഡ് ക്ലോട്ട്. ഇനി കൂടുതൽ നാള് ഈ ഒരു വീനസ് കത്തീറ്റേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. അതാണ് പേഷ്യന്റ് മേ ഗെറ്റ് ബ്ലഡ് ക്ലോട്ട്, ഒന്നില്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓർ കോസിംഗ് ദ വെയിൻ ടു നാരോ അല്ലെ, ചെറിയൊരു ട്യൂബാണ് നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, ആ ഒരു വെയിൻസ് ലാർജ് വെയിൻസിലല്ലേ ഇട്ട് കൊടുക്കുന്നത്, ആ ഒരു ലാർജ് വെയിൻസ് എന്ത് ചെയ്യും പോവാൻ, നാരോ ആയിട്ട് അല്ലെങ്കിൽ ചുരുങ്ങി പോവാനായിട്ടുള്ള ഒരു ചാൻസ് കൂടിയുണ്ട്. അപ്പൊ 3 കാര്യങ്ങൾ എന്താണ്, ഈ വീനസ് കത്തീറ്റേഴ്സ് കൂടുതൽ ലോങ് ടേം ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അതുപോലെ എന്താ ആ ലാർജ് വെയിൻസ് എന്ത് ചെയ്യാം, ഈ ഒരു കത്തീറ്റർ യൂസ് ചെയ്യുന്നത് വഴി ചുരുങ്ങി പോവാനായിട്ടുള്ള ചാൻസുകളും ഉണ്ട്. However, if a patient wants to start hemodialysis right away, a venous catheter will work for several weeks or months അല്ലെ. ഒരു പേഷ്യന്റിന് ഉടനെ തന്നെ ഹീമോഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൈറ്റ് എടുക്കുക എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, വാസ്കുലർ അസസ് സൈറ്റ് അല്ലെ, വീനസ് കത്തീറ്ററൈസേഷൻ അല്ലെങ്കിൽ വാസ്കുലർ അസസ് കത്തീറ്റർ തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്താണ് അത്, പക്ഷെ എത്ര നാളത്തേക്ക്, ചിലപ്പോ കുറച്ച് വീക്സ് ആവാം, അല്ലെങ്കിൽ ചില കുറച്ച് മന്തുകളിലുള്ളിൽ, അത്രയും ആ ഒരു ഷോർട്ട് ടേം മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സർജൻ ക്യാൻ ഡു എ ലോങ് ടേം അസസ് സർജറി ആൻഡ് AV ഫിസ്റ്റുല or AV ഗ്രാഫ്റ്റ് ഹാസ് ടൈം ടു മെച്യൂർ അല്ലെ. അതായത് ഒരു സർജൻ എന്ത് ചെയ്യണം, ഒരു AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ ഒക്കെ കല്ലിലോ അല്ലെങ്കിൽ കാലിലോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ടുള്ള ഒരു സമയം വേണം അല്ലെ. ആ ഒരു സമയം വരെ മാത്രമേ ഈ ഒരു എന്താണ് ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് ഈ ഒരു വീനസ് കത്തീറ്റർ പ്രൊസീജിയർ വഴി ഹീമോഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. For the AV fistula and AV graft are outlined for long-term dialysis treatment അല്ലെ. അതുകൊണ്ട് തന്നെ AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും എന്ത് ചെയ്യുന്നു, അതൊരു പ്രാവശ്യം സർജറീസിലൂടെ അത് എന്ത് ചെയ്യുന്നു, ഉണങ്ങി നല്ല രീതിയിൽ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് ഈ AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ഉപയോഗിക്കാം. People who get AV fistulas are healed and ready to begin hemodialysis 2 to 3 months after their surgery. ഇനി AV ഫിസ്റ്റുലയാണ് ഒരു പേഷ്യന്റിന് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം
2 to 3 months, 2-3 മാസത്തിനുള്ളിൽ ആ ഒരു സർജറി ചെയ്ത ആ ഒരു പ്രൊസീജിയറിന്റെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു, ഹീൽ ചെയ്യുന്നു. ആ മുറിവുകളൊക്കെ ഉണങ്ങി ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും. എന്നാൽ അതുപോലെ തന്നെ AV ഗ്രാഫ്റ്റുകളാണ് ചെയ്യുന്നതെങ്കിൽ അവർ എത്ര ദിവസത്തിനുള്ളിൽ റെഡിയാകും? വിൽ ബി റെഡി ഇൻ 2 to 3 weeks. 2 മുതൽ 3 ആഴ്ചക്കുള്ളിൽ ഈ ഒരു AV ഗ്രാഫ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ മുറിവുകൾ ഹീൽ ചെയ്യുകയും അത് പുതിയ ഒരു ഹീമോഡയാലിസിസ് ചെയ്യാനായിട്ട് റെഡിയായി മാറുകയും ചെയ്യും. Catheters are outlined for short term temporary use. Catheters ഷോർട്ട് ടൈം ആയിട്ട് ടെമ്പററി യൂസിന് മാത്രമായിട്ടാണ് കാണുന്നത്. എന്നാൽ AV ഗ്രാഫ്റ്റോ അല്ലെങ്കിൽ AV ഫിസ്റ്റുലയോസോ ലോങ് ടേം ഡയാലിസിസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? സ്പെഷ്യൽ കിഡ്നി പ്രോബ്ലംസിന് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. ഇനി ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ ആരാണ്? അവര് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട്, അല്ലെ ഡോക്ടേഴ്സ് ആണ്, അവർ മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? കത്തീറ്റർ റീപ്ലേസ്മെന്റുകൾ നടത്തുന്നു, അല്ലെ? ഓപ്പറേഷൻസ് ആൻഡ് പെർഫോം ദി കത്തീറ്റർ വീനസ് കത്തീറ്റർ റീപ്ലേസ്മെന്റുകൾ നടത്തുന്നു. അത് എവിടെ വെച്ചൊക്കെ നടത്താം? നമുക്ക് ആ ഒരു പ്രൊസീജിയർ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സെന്റേഴ്സിലോ വെച്ച് നടത്താം. ഇനി ഇവിടെ പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? ആ ഒരു കത്തീറ്റർ റീപ്ലേസ്മെന്റ് നടത്തുന്ന സമയത്ത് എവിടെ എന്താണ് ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു അനസ്തേഷ്യ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താ അവർക്ക് കാം ആൻഡ് റിലാക്സ് ആവാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു സെഡേഷൻസ് ആ ഒരു പ്രൊസീജിയർ നടത്തുന്ന ആ ഒരു സമയത്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? വീനസ് കത്തീറ്റർ ആ ഒരു പ്രൊസീജിയർ എന്താണ്? ഒരു ലോങ് ടേം യൂസിന് നമുക്ക് സാധിക്കില്ല. അവിടെ എപ്പോഴും എന്താണ് പേഷ്യൻസിന് ബ്ലഡ് ക്ലോട്ടുകളോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ വെയിൻസ് നോരവായി ചുരുങ്ങി പോകാനായിട്ടുള്ള ചാൻസുകൾ ഉള്ളത് കൊണ്ട് അതൊരു ഷോർട്ട് ടേം യൂസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഓരോ പേഷ്യൻസിനും ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം? വീനസ് കത്തീറ്ററൈസേഷൻ വേണ്ടി വരും, അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? AV ഗ്രാഫ്റ്റോ AV ഫിസ്റ്റുലയോ ഒക്കെ ചെയ്ത് ആ ഒരു സർജറി ചെയ്ത് അതൊന്ന് ഉണങ്ങാൻ അല്ലെങ്കിൽ ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു സമയം അവിടെ കൊടുക്കണം, വേണ്ടേ? അപ്പൊ അത് എത്രയാണ്? AV ഫിസ്റ്റുലയാണെങ്കിൽ എത്ര മുതൽ എത്ര മാസം വരെ വരും? 2 to 3 months വരെ സമയം ഉണ്ടാവും. അതൊന്നും എന്താ ഒരു ഹീൽ ചെയ്ത് ഹീമോഡയാലിസിസ് റെഡി ആവാൻ വേണ്ടിയിട്ട്. എന്നാൽ AV ഗ്രാഫ്റ്റ് ആണെങ്കിലോ 2 to 3 വീക്സിനുള്ളിൽ തന്നെ അത് റെഡിയായി നമുക്ക് ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്രയും നാള് ആ AV ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ആണോ എടുക്കുന്നത് അത് ആ ഹീൽ ചെയ്ത് ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം വരെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വാസ്കുലർ അസസ് കത്തീറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഹീമോഡയാലിസിസിലെ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല നമ്മൾ പറഞ്ഞു, AV ഗ്രാഫ്റ്റ് പറഞ്ഞു, വാസ്കുലർ അസസ് കത്തീറ്റർ പറഞ്ഞു. ക്ലിയർ ആയോ ഇത്രയും? ഓക്കെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതാണ് ഫസ്റ്റ് വൺ, അല്ലേ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് ടൈപ്പ് ആണ്. ഏത് പറഞ്ഞത്? ഏതായിരുന്നു ഫസ്റ്റ് ടൈപ്പ്? ഏത് ഡയാലിസിസ് ആയിരുന്നു ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പഠിച്ചത്? ഇപ്പൊ പഠിച്ചത് ഏത് ടൈപ്പാ? ഹീമോഡയാലിസിസ്. ഓക്കെ, ഹീമോഡയാലിസിസ് ആണ് നമ്മളിപ്പോ ഫസ്റ്റ് വൺ പഠിച്ചത്. അതിനുള്ളിലാണ് നമ്മൾ 3 വാസ്കുലർ അസസ് സൈറ്റുകളെ പറ്റി പഠിച്ചത്, അല്ലെ? മാറിപ്പോകരുത് കേട്ടോ. വാസ്കുലർ അസസ് സൈറ്റുകളാണ് നമ്മൾ 3 പഠിച്ചത്. നെക്സ്റ്റ് ടൈപ്പ് ഹീമോഡയാലിസിസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് എന്ന് പറയുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ്. എന്താണ്? പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ PD എന്ന് പറയുന്നു. ഷോർട്ട് ടേംസ് പഠിക്കണേ. PD അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസ്. In peritoneal dialysis, the blood is purified inside your own body instead of using a dialyzer machine. എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്? ഹീമോഡയാലിസിസിൽ അവിടെ എന്ത് ഉപയോഗിച്ചിരുന്നു? ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ ഫിൽറ്ററും ഉണ്ടായിരുന്നു, അല്ലെ? എന്നാൽ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണ്? ഇവിടെയും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെ? എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്? ഇൻസൈഡ് യുവർ ഓൺ ബോഡി, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ ഡയലൈസർ മെഷീൻ. ഒരു ഡയലൈസർ മെഷീൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല. ക്ലിയർ ആയോ? നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ബോഡിയുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അത് ഫോർ ദിസ് കൈൻഡ് ഓഫ് ഡയാലിസിസ് ദ ലൈനിങ് ഓഫ് യുവർ അബ്ഡോമൻ. ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റില് എന്താണ്? ആ ഒരു ഡയാലിസിസില് ലൈനിങ് ഓഫ് യുവർ അബ്ഡോമൻ, നമ്മുടെ അബ്ഡോമന്റെ ലൈനിങ്, അതിനുള്ളിലുള്ള ആ ഒരു സ്ഥലം,
ആ ബെല്ലി ഏരിയ, നമ്മൾ ആ ഒരു ബെല്ലി ഏരിയ അല്ലെങ്കിൽ അബ്ഡോമൻ ഏരിയയുടെ ലൈനിങ്ങിൽ അതിന്റെ ആ ഒരു സ്ഥലമുണ്ടല്ലോ, കോശസ്ഥലം, ഓൾസോ ആർ കോൾഡ് ദ പെരിറ്റോണിയം. അതിനെ വിളിക്കുന്ന പേരാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെയാണ് ബെല്ലി ഏരിയ അല്ലെങ്കിൽ അബ്ഡോമന്റെ ലൈനിങ്ങിനെ വിളിക്കുന്ന പേരാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. That is used as a filter. അതാണ് ഇവിടെ ഫിൽറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഹീമോഡയാലിസിസ് പറഞ്ഞപ്പോൾ അവിടെ ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ ഫിൽറ്റർ ഉണ്ടായിരുന്നു അല്ലെ. എന്നാൽ ഇവിടെ പെരിറ്റോണിയൽ ഡയാലിസിസ് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഒരു ഡയാലിസിസ് മെഷീൻ ഇവിടെ ഇല്ല. മറിച്ച് എന്താണ്, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു, ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് മാറ്റുന്നു. എങ്ങനെയാണ്? നമ്മുടെ അബ്ഡോമൻ അല്ലെങ്കിൽ ബെല്ലി ഏരിയയുടെ ലൈനിങ്ങിനെ വിളിക്കുന്ന പേരാണ് പെരിറ്റോണിയം. ഈ പെരിറ്റോണിയം ആണ് ഇവിടെ ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയിരുന്നുണ്ടോ? സ്പെഷ്യൽ ഫിൽറ്റർ ഒന്നുമില്ല. ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, പെരിറ്റോണിയം അല്ലെങ്കിൽ നമ്മുടെ അബ്ഡോമന്റെയോ അല്ലെങ്കിൽ ബെല്ലി ഏരിയയുടെ ഒക്കെ ലൈനിങ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് പെരിറ്റോണിയം. അതാണ് ഇവിടെ ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബിഫോർ ബിഗിനിങ് പെരിറ്റോണിയൽ ഡയാലിസിസ് എ മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു പ്ലേസ് എ കാത്തീറ്റർ ഇൻ യുവർ ബ്ലഡ്. ഇനി ഇവിടെ പെരിറ്റോണിയൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്തിരിക്കണം, ഒരു മൈനർ സർജറീസ് ഇവിടെയും ചെയ്യേണ്ടതുണ്ട് അല്ലെ. നമ്മൾ ഹീമോഡയാലിസിസ് മൈനർ സർജറീസ് എന്തിനു വേണ്ടിയൊക്കെ ചെയ്തത്, എന്തിനു വേണ്ടിയാ, AV ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ AV ഫിസ്റ്റുല അല്ലെങ്കിൽ എന്താ വീനസ് കത്തീറ്റർ അല്ലെ, കത്തീറ്ററൈസേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മൈനർ സർജറീസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി ഇവിടെയും എന്ത് വേണം, ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ടും അവിടെ എന്ത് ചെയ്തിരിക്കണം, ഒരു മൈനർ സർജറീസ് ചെയ്തതിന് ശേഷം ഈ കത്തീറ്റർ പ്ലേസ് ചെയ്തിരിക്കണം. ഏത് ഏരിയയിലാണ് കത്തീറ്റർ പ്ലേസ് ചെയ്യുന്നത്, ഇൻ യുവർ ബെല്ലി ഏരിയ അല്ലെ. നമ്മുടെ അബ്ഡോമൻ അല്ലെങ്കിൽ ബെല്ലി ഏരിയയില് ഒരു സോഫ്റ്റ് ട്യൂബ് ആണ് കത്തീറ്റർ എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്യാനായിട്ട് ഒരു മൈനർ സർജറി ചെയ്തിരിക്കണം. In the course of each treatment, the belly area is little by little filled with dialysate. എന്താണ്, ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ബെല്ലി ഏരിയ, അവിടെയല്ല കത്തീറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ബെല്ലി ഏരിയയില് ലിറ്റിൽ ബൈ ലിറ്റിൽ കുറച്ചായിട്ട് എന്ത് ഫില്ല് ചെയ്യുന്നുണ്ട്, ഡയലൈസേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ്. ആ ഡയലൈസേറ്റ് എന്താന്ന് നോക്കിയേ, എ ക്ലെൻസിങ് ഫ്ലൂയിഡ് മെയ്ഡ് ഫ്രം എ മിക്സ്ചർ ഓഫ് വാട്ടർ, സോൾട്ട് ആൻഡ് അതർ അഡിക്റ്റീവ്സ്. ഇതെന്തൊക്കെ കൊണ്ടുണ്ടാക്കിയതാണ് ഈ ഡയലൈസർ എന്ന് പറയുന്നത്, ഡയലൈസേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് എന്തൊക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന, മിക്സ്ചർ ഓഫ് വാട്ടർ ഉണ്ടാവും, സോൾട്ട് അല്ലെങ്കിൽ ലവണങ്ങൾ ഉണ്ടാവും, മറ്റ് അഡിക്റ്റീവ്സ് മറ്റ് പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കുന്ന ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് ഡയലൈസേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഫ്ലൂയിഡ് എവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും, ഈ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ഭാഗമായിട്ട് ആ ബെല്ലി ഏരിയയിൽ കുറച്ചായിട്ട് എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. As blood flows normally through the area, extra fluid and waste products are pulled out of the blood vessels and other onto the belly area by the dialysate, almost like a magnet. ഇനി ഇവിടെ ആ ഒരു എന്താണ്, ആ ഒരു പെരിറ്റോണിയം എന്ന് പറയുന്നത് ഒരു ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആ ഒരു ബെല്ലി ഏരിയയില് ഡയലൈസേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, നമ്മൾ കുറേശ്ശെയായിട്ട് എന്ത് ചെയ്യുന്നു, ലിറ്റിലായിട്ട് ആഡ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്ത് കൊടുക്കുന്നു അല്ലെ. അപ്പൊ ആ ഒരു ബെല്ലിയിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഏതാണ്, ഡയലൈസേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുന്നില്ലേ. ഇനി ആ ഒരു ഭാഗത്ത് കൂടെ ബ്ലഡ് എന്ത് ചെയ്യുന്നു, നോർമൽ ആയിട്ട് ഫ്ലോ ചെയ്ത് പോകുമ്പോ ആ ഒരു ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ആ ബ്ലഡിൽ ഉണ്ടാവുന്ന എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, pulled out of the blood vessels നിന്നും പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ബെല്ലി ഏരിയയിൽ അല്ലെങ്കിൽ ഡയലൈസറിലേക്ക് എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. എന്തിനെ പോലെ തന്നെ ഒരു മാഗ്നറ്റ് ആയിട്ട് ഇവിടെ ആ ഒരു ഡയലൈസേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്നു അല്ലെ. മാഗ്നറ്റ് എങ്ങനെയാണ്, അവർക്ക് എന്താണ് മാഗ്നറ്റ് അറ്റാച്ച് അല്ലെങ്കിൽ എന്താണ്, അവർക്ക് ഇഷ്ടമുള്ള ആ ഒരു സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, മാഗ്നറ്റിലോട്ട് വന്ന് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒട്ടിപ്പിടിക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ മാഗ്നറ്റ് പോലെ ഈ ഒരു ഡയലൈസേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്നത് വഴി ആ നിയർ ബൈ ഏരിയയിലോട്ടുള്ള ഏരിയയിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്ത് പോകുമ്പോൾ ഈ ഡയലൈസേറ്റിലോട്ട് എന്ത് ചെയ്യുന്നു, ആ ബ്ലഡിലുള്ള വേസ്റ്റുകളും മറ്റ് എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ ഡയലൈസേറ്റ് എന്ന് പറയുന്ന ആ ഒരു ബെല്ലി ഏരിയയിലെ ഫ്ലൂയിഡിലേക്ക് ആ ബ്ലഡ് വെസലിൽ നിന്നും
കയറുന്നു. ക്ലിയർ ആയോ? ആഫ്റ്റർ ഫ്യൂ ഹവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾ ഈ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യണം. ആഫ്റ്റർ എ ഫ്യൂ ഹവേഴ്സ് ദ ഫ്ലൂയിഡ് മിക്സ്ചർ ഈസ് എംപ്റ്റീഡ് ഔട്ട് ഫ്രം യുവർ ബെല്ലി യൂസിംഗ് ദ സെയിം catheter and bag that was used at the beginning of the treatment. ഇനി ഈ ഒരു ഡയാലിസിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് വെക്കുന്ന പറഞ്ഞില്ലേ, അത് കുറച്ച് മണിക്കൂറുകൾ നമ്മൾ അങ്ങനെ വെച്ചിരിക്കണം. അല്ലാതെ പെട്ടെന്ന് തന്നെ ആ ബ്ലഡിൽ നിന്നും ആ വേസ്റ്റുകൾ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. കുറച്ച് മണിക്കൂറുകൾ നമ്മൾ ആ ഒരു കുറച്ച് മണിക്കൂറുകൾ വരെ നമുക്ക് ആ ബോഡിയിൽ അത് ഇരുന്നോട്ടെ, നമുക്ക് മറ്റു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ ആ ഒരു ബോഡിയിൽ ആ ഒരു 3-4 മണിക്കൂറുകൾ, കുറച്ച് മണിക്കൂറുകൾ എന്ത് ചെയ്യണം, ആ ഒരു ബെല്ലിയിൽ ആ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഈ ഫ്ലൂയിഡ് മിക്സ്ചർ എന്ത് ചെയ്യണം, ആ കുറച്ച് മണിക്കൂറുകൾ ശേഷം കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ബെല്ലി ഏരിയയിൽ നിന്നും ആ സെയിം കത്തീറ്ററും സെയിം ആ കൊടുത്തിരിക്കുന്ന ആ ഒരു ബാഗ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, ആദ്യം നമ്മൾ ഹീമോഡയാലിസിസ് അല്ലെങ്കിൽ ആ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് തുടങ്ങിയ സമയത്ത് നമ്മൾ ഏത് കത്തീറ്റർ ആണ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഏത് ബാഗാണോ അത് ഫില്ല് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്ത് ആ സെയിം അത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഫ്ലൂയിഡിനെ എന്ത് ചെയ്യാം, ആ ഒരു വലിയ ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. പെരിറ്റോണിയൽ ഡയാലിസിസ് ക്യാൻ ബി ഡൺ ഓൾമോസ്റ്റ് എനിവെയർ ഇഫ് യു ഹാവ് ദ സപ്ലൈസ് നീഡഡ് ടു ഡു ദ ട്രീറ്റ്മെന്റ്. ഇനി പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ പറഞ്ഞില്ലേ ഓൾറെഡി, എവിടെയൊക്കെ ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്ക് ആ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാം. ഇനി എന്ത് ശ്രദ്ധിക്കണമെന്ന് മാത്രം, ആ ഒരു ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള സപ്ലൈസ് അല്ലെ, ആ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലഭ്യമാകുന്ന എവിടെ വേണമെങ്കിലും നമുക്ക് ആ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തൂടെ? അതേസമയം ഹീമോ ഡയാലിസിസ് എങ്ങനെയാണ്, ഒരു മെഷീൻ വേണം അല്ലെ. അപ്പൊ മെഷീൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഒന്നില്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ക്ലിനിക്കുകളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലോ അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ പെരിറ്റോണിയൽ ഡയാലിസിസ് നമുക്കോ അവിടെ ആ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള സപ്ലൈസ് അല്ലെങ്കിൽ സാധനങ്ങൾ എവിടെ ലഭിക്കുന്നു അവിടെ നമുക്ക് ആ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഒന്നുകൂടി നോക്കിയേ. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, PD എന്ന് കൂടി അറിയപ്പെടുന്നു അല്ലെ. അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ സ്വന്തം ബോഡിയിൽ, ആ പേഷ്യന്റിന്റെ സ്വന്തം ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെയാണ്. അവിടെ ഒരു ഡയാലിസിസ് മെഷീൻ യൂസ് ചെയ്യുന്നില്ല. മറിച്ച് എന്താണ് അവിടെ ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയുടെ അബ്ഡോമന്റെയും അല്ലെങ്കിൽ ബെല്ലി ഏരിയയുടെ ഒക്കെ ലൈനിങ് ആയിട്ടുള്ള പെരിറ്റോണിയം ആണ് അവിടെ ഫിൽട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ആ ഒരു ബിഗിനിങ് പെരിറ്റോണിയൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു മൈനർ സർജറീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഒരു ബെല്ലി ഏരിയയിൽ ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്തിരിക്കും. ഒരു സോഫ്റ്റ് ട്യൂബ് ആയിട്ടുള്ള ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്തിരിക്കും. ഇനി ഈ ഒരു കത്തീറ്ററിലൂടെ എന്ത് ചെയ്യുന്നു, ആ അബ്ഡോമൻ അല്ലെങ്കിൽ ബെല്ലി ഏരിയയിലോട്ട് ഡയലൈസേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് അല്ലെ, അത് എന്തിന്റെയൊക്കെ മിക്സ് ആണ്, വാട്ടർ, സാൾട്ട് ആൻഡ് അതർ അഡിക്റ്റീവ്സ്, മറ്റ് എന്താണ് കെമിക്കൽസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ്, ഡയലൈസേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇനി ഈ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അത് കുറച്ച് മണിക്കൂറുകൾ നമ്മൾ അങ്ങനെ തന്നെ വെക്കും. നമ്മൾ അത് എന്താണ് മാറ്റുന്നില്ല. കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ അവേഴ്സ് ആ ഒരു ഫ്ലൂയിഡ് അതിൽ ഫില്ല് ചെയ്തിരിക്കുമ്പോൾ ആ വഴി പോകുന്ന ബ്ലഡ് നോർമലായിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്ത് പോകുന്നുണ്ടല്ലോ. ആ നോർമലായിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്ത് പോകുമ്പോൾ ആ ബ്ലഡിലുള്ള വേസ്റ്റസും എക്സ്ട്രാ വാട്ടേഴ്സും എന്ത് ചെയ്യും, ഈ ഒരു ഡയലൈസേറ്റ് എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷനിലേക്ക്, ആ ഒരു ഫ്ലൂയിഡിലേക്ക് എന്ത് ചെയ്യുന്നു, ബ്ലഡ് വെസൽസിൽ നിന്നും ഇറങ്ങി വരുന്നു. അതെന്താണ്, ഈ ഡയലൈസേറ്റ് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്തുകൊണ്ട് അത് എന്തിനെ ആഗിരണം ചെയ്യുന്നു, ബ്ലഡ് വെസലിലുള്ള വേസ്റ്റുകളെയും മറ്റ് എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയും ആഗിരണം ചെയ്ത് ഈ ഒരു ഫ്ലൂയിഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കുന്നു. ഇനി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു ഡയലൈസേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ബെല്ലി ഏരിയയിൽ നിന്നും ആ ആദ്യം ഉപയോഗിച്ച ഏത് സെയിം കത്തീറ്റർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്ത് മാറ്റുന്നു. ക്ലിയർ ആയോ? അപ്പൊ ആ ഡയലൈസേറ്റ് റിമൂവ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഈ ബ്ലഡിലുള്ള വേസ്റ്റുകളും അതുപോലെ തന്നെ എക്സ്ട്രാ ഫ്ലൂയിഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതുമെല്ലാം റിമൂവ് ചെയ്ത് പോകും. ഇനി ഈ ഒരു പ്രൊസീജിയേഴ്സ് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും, നമ്മുടെ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എന്തുമാത്രം വേണം, ഈ ഒരു ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എവിടെ ലഭ്യമാകുന്നുണ്ടോ അവിടെ വെച്ച് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാം. വീട്ടിൽ നമുക്ക് ആ സാധനങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഹോം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ കൂടിയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇത്രയും എടുക്കുന്നുള്ളൂ. നമുക്ക് ടൈപ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. പിക്ചർ ഒന്ന് നോക്കി നിങ്ങള്, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ പിക്ചർ ഒന്ന് നോക്കി. നമ്മുടെ അബ്ഡോമൻ ഏരിയ അല്ലെ, നമ്മുടെ അബ്ഡോമൻ ഏരിയ അത് അല്ലെങ്കിൽ ബെല്ലി ഏരിയ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ കത്തീറ്റർ. അതായത് പെരിറ്റോണിയൽ ലൈനിങ് കണ്ടോ, പെരിറ്റോണിയൽ ലൈനിങ്
പെരിറ്റോണിയൽ ക്യാവിറ്റി അല്ലെ, പെരിറ്റോണിയൽ ക്യാവിറ്റി അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഉള്ളില് ആ ഒരു ലൈനിങ്ങിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, ആ ഫ്ലൂയിഡ് ഫിൽ ചെയ്ത് കൊടുക്കുന്നു. ഫ്ലൂയിഡ് ഫിൽ ചെയ്ത് ഡയാലിസിസ് സൊല്യൂഷൻ ആണിത്. ആ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, ഒരു കത്തീറ്റർ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതാണ് ഇൻഫ്ലോ കാണിച്ചിരിക്കുന്നത്. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് മണിക്കൂറുകൾ ശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊസീജിയേഴ്സ് പൂർണ്ണമായി കഴിയുമ്പോൾ തിരിച്ച് എന്ത് ചെയ്യുന്നു, ആ ഒരു കത്തീറ്റർ ഉപയോഗിച്ച് തന്നെ അത് എന്ത് ചെയ്യുന്നു, ഔട്ട്ഫ്ലോ ചെയ്ത് നേരെ വേറൊരു ബാഗിലേക്ക് മാറ്റുന്നു. ക്ലിയർ ആയോ? ഡയാലിസിസ് സൊല്യൂഷൻ അതെന്ത് ചെയ്യുന്നു, കത്തീറ്റർ ഉപയോഗിച്ചിട്ട് അബ്ഡോമിനൽ ഏരിയയിലേക്ക് കൊടുക്കുന്നു. 2-3 മണിക്കൂറുകൾക്ക് ശേഷം ആ ഒരു പ്രൊസീജിയേഴ്സ് പൂർണ്ണമായി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്ഫ്ലോ വഴി അല്ലെങ്കിൽ ആ സെയിം കത്തീറ്റർ ഉപയോഗിച്ച് തന്നെ മറ്റൊരു ആ സെയിം ബാഗിലോട്ട് തന്നെ എന്ത് ചെയ്യുന്നു, തിരിച്ച് മാറ്റുന്നു. പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ പിക്ചേഴ്സ് ഒന്ന് നോക്കിയേ. പെരിറ്റോണിയൽ ലൈനിങ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിങ് ആണ് കേട്ടോ. ഇതൊരു പെരിറ്റോണിയൽ ലൈനിങ്ങിനുള്ളിൽ വരുന്ന ആ ഒരു സ്പേസിനെയാണ് പെരിറ്റോണിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് നമ്മൾ ആ ഡയാലിസേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി. എന്നെടുത്തത് ഏതൊക്കെയാ നമ്മൾ എന്നെടുത്തേ? ഹീമോഡയാലിസിസ് അല്ലെ. ഹീമോഡയാലിസിസ് എന്താണെന്ന് പറഞ്ഞു. അതിൽ 3 വാസ്കുലർ അസസ് സൈറ്റുകൾ പഠിക്കാനുണ്ടായിരുന്നു. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്, ദെൻ വാസ്കുലർ അസസ് കത്തീറ്റർ. 3 നമ്മൾ പഠിച്ചു. അസസ് സൈറ്റുകളാണ് പഠിച്ചത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയണോ? വായിച്ചു നോക്കിയോ? ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഇന്നത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയണോ? ക്ലിയർ ആയോ? AV ഗ്രാഫ്റ്റ് ഒന്നുകൂടി പറയോ? ഏതാണ് AV ഗ്രാഫ്റ്റ്? AV ഗ്രാഫ്റ്റോ? ഓക്കെ, AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്നാണ് അതിനെ ഷോർട്ടായിട്ട് നമുക്ക് എന്ത് വിളിക്കാം? AV ഗ്രാഫ്റ്റ് എന്ന് വിളിക്കാം അല്ലെ. ഇത് ഹീമോഡയാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അസസ് സൈറ്റ് ആണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് അതാണ്. അസസ് സൈറ്റ് ആണ്. നമ്മൾ അസസ് സൈറ്റ് 3 ആയിട്ട് പഠിച്ചല്ലോ. AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വാസ്കുലർ അസസ് കത്തീറ്റർ. അതിൽ ഒരു ടൈപ്പ് ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന അസസ് സൈറ്റ്. അതിൽ എന്താണ്? ഗ്രാഫ്റ്റ് ആണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. എന്തിനൊക്കെ ഇടയിലായിട്ടാണ് ഗ്രാഫ്റ്റ് പ്ലേസ് ചെയ്യുന്നത്? നമ്മുടെ ആംസിലുള്ള അല്ലെങ്കിൽ ആംസിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവിടെ ചെയ്യാം, ലെഗിൽ ചെയ്യാം. 2 ഓപ്ഷൻ ആണ് നമുക്കുള്ളത്. ആമിലാണെങ്കിൽ അവിടെ എന്താണ്? ആർട്ടറീസും വെയിൻസും ഉണ്ട് അല്ലെ. അപ്പൊ ആർട്ടറിയും വെയിനും തമ്മിൽ എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ആ ഒരു ട്യൂബിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരെന്തിനോട് കണക്ട് ചെയ്തിട്ടുണ്ടാവും? ആർട്ടറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. മറ്റൊരെന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും? വെയിൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇനി ആ ഒരു പിക്ചർ നോക്കി, രണ്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്താണ്? ഈ ഒരു കണക്ഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഫ്ലോ നടക്കും അല്ലെ. രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്? അവിടെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ബ്ലഡ് ഫ്ലോ നടക്കൂലേ. അപ്പൊ ഏറ്റവും
നല്ല ഹൈ പ്രഷർ ഹൈ ഫ്ലോയിൽ വരുന്ന ബ്ലഡ് എവിടെയാണ് ഉള്ളത്? ആർട്ടറീസിലൂടെയാണ് വരുന്നത്. ഹൈ പ്രഷർ ഹൈ ബ്ലഡ് ഫ്ലോയിലുള്ള ബ്ലഡ്. അപ്പൊ അതെന്ത് ചെയ്യുന്നു? ഈ ഒരു ഗ്രാഫ്റ്റിലൂടെ എവിടേക്ക് എത്തുന്നു? വെയിൻസിലോട്ട്. ലോ പ്രഷർ ലോ ഫ്ലോ ആയിട്ടുള്ള വെയിൻസിലോട്ട് എന്ത് ചെയ്യുന്നു? ആ ആർട്ടറിയിൽ നിന്ന് വരുന്ന ബ്ലഡ് എന്ത് ചെയ്യുന്നു? വെയിൻസിലോട്ട് ഈ ഒരു ഗ്രാഫ്റ്റ് വഴി ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ ആ ഒരു ഗ്രാഫ്റ്റിലുള്ള ഫ്ലോ റേറ്റ് കിട്ടില്ലേ? അതായത് ഒന്നിലും ഹൈ പ്രഷറിലുള്ളതിൽ നിന്നും ലോ പ്രഷറിലുള്ള ആ ഒരു വെയിനിലേക്ക് അവിടെ ബ്ലഡ് ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗ്രാഫ്റ്റില് ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആവശ്യമായിട്ടുള്ള ഈ ഒരു ഹീമോഡയാലിസിസിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സപ്ലൈ ഇനഫ് ആയിട്ടുള്ള ബ്ലഡ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ആ ഒരു ഗ്രാഫ്റ്റില് ഓപ്പണിങ്ങുകൾ ഉണ്ടാക്കിയിട്ടാണ്. ഈ ഒരു AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് സ്മോൾ അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള വെയിൻസ് ഒക്കെ ഉള്ള അംശമുള്ള പേഷ്യൻസിനാണ് കൂടുതലായിട്ടും ഒരു AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഒരു സൊല്യൂഷൻ ആയിട്ട് കാണുന്നത്. ക്ലിയർ ആയോ? അഞ്ജനയാണോ ചോദിച്ചത്? ക്ലിയർ ആയോ അഞ്ജന? ക്ലിയർ ആയി. ഓക്കെ. നെക്സ്റ്റ് വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഇന്നെടുത്ത ഭാഗങ്ങള് പെരിറ്റോണിയൽ ഡയാലിസിസ് വരെയും ക്ലിയർ ആയോ? ഡൗട്ട്സ് ഒന്നുമില്ല? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സില് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് എടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയും അടുത്ത ദിവസം വരുമ്പോ എന്തായാലും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഞാൻ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതൊന്നും അങ്ങോട്ടും മുന്നോട്ടും നിങ്ങൾക്ക് മാറി പോകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നല്ല തരമായിട്ട് നമുക്കതൊന്ന് മനസ്സിലായാൽ മാത്രമേ അടുത്ത ക്ലാസ്സുകളിൽ പോകുമ്പോൾ ഈ ഓരോ ടേംസും പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ PD അല്ലെങ്കിൽ HT എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. Okay, Thank you, ma'am. Okay, thank you, ma'am. Thank you, ma'am. Thank you, ma'am.